All of you welcome. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്ന വെക്ടർ സ്പേസിലെ സം ടോപ്പിക്കാണ് ലീനിയർ കോമ്പിനേഷൻ ആൻഡ് ലീനിയർ സ്പാൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് S is equal to set x1, x2, etc. xn be a subset of a vector space V. Then the vector alpha 1 x1 plus alpha 2 x2 plus etc. plus alpha n xn for some scalars alpha 1, alpha 2, etc. alpha n is called a linear combination of vectors in S. ഈ രീതിയിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി സെറ്റ് എസ് എന്ന് പറയുന്നത്. വേർ x1, x2, etc. xn എന്ന് പറയുന്ന എസ്സിലുള്ള വെക്ടേഴ്സാണ്. ഇത് നമ്മുടെ വെക്ടർ സ്പേസ് വിയുടെ ഒരു സബ്സെറ്റാണ്. സോ അതിലെ എലമെൻസിനെ ഈ രീതിയിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. വേർ ആൽഫ 1, ആൽഫ 2, etc. ആൽഫ n ആർ സ്കാലാർസ്. ദെൻ നമുക്ക് ലീനിയർ സ്പാൻ്റെ ഡെഫിനിഷൻ നോക്കാം. ലീനിയർ സ്പാൻ ഓർ സിംപ്ലി നമ്മൾ സ്പാൻ എന്ന് പറയും. ഇഫ് S denote any set of vectors x1, x2, etc. xn in a vector space V, then the set of all linear combinations of the vectors x1, x2, etc. xn in S is called span of S or linear span of S and denoted by span S. ദാറ്റ് മീൻസ് നമ്മൾ ഈ സെറ്റ് x1, x2, etc. x എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലുള്ള എലമെൻസിൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷനും അടങ്ങിയിരിക്കുന്ന സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പാൻ ഓഫ് എസ്. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന സ്പാൻ എസ് ആയിട്ടാണ്. സോ പ്രീവിയസ്ലി നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എന്താണെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഇതിലുള്ള എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ്റെ കളക്ഷനെയാണ് നമ്മൾ സ്പാൻ എസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്പാൻ എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n xn സച്ച് ദാറ്റ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ n ആർ സ്കാലാർസ്. അപ്പോൾ ഈ രീതിയിലുള്ള ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷൻ അതടങ്ങിയിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പാൻ എസ് എന്ന് പറയുന്നത്. വേർ ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ n എന്ന് പറയുന്നത് സ്കാലാർസ്. ഇനി നമുക്ക് ഈ സ്പാൻ എസ്, അതായത് ഒരു സെറ്റിൻ്റെ സ്പാൻ ചെയ്യുന്നത് ഏത് സെറ്റിനെ ആണെന്ന് നോക്കാം. സം എക്സാമ്പിൾസ് ഓഫ് ലീനിയർ സ്പാൻ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, കൺസിഡർ the subset S is equal to set 1 0 0 1. ഇതിൽ രണ്ട് എലമെൻറ്റ്സ് ആണുള്ളത്. 1 0 0 1 is a subset of R2. ഇത് R2ൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, സോ നമുക്ക് R2ലെ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ഈ രണ്ട് എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് പറയാം? R2നെ ഈ സെറ്റ് സ്പാൻ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, സോ R2ലെ എലമെൻസിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? ഫോർ എവരി ഓർഡേഡ് ട്രിപ്പിൾ XY, ഓർഡേഡ് പെയർ XY ബിലോങ്സ് ടു R2. R2ലെ ഏതൊരു എലമെൻറ്റിനെയും നമ്മൾ ഇങ്ങനെ ഓർഡേഡ് പെയർ ആയിട്ടാണ് ഇത് X, Y. ദെൻ ഈ എക്സ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 0 പ്ലസ് വൈ ഇൻറ്റു 0 1. ശരിയല്ലേ? നോക്കും, ഫസ്റ്റ് എക്സ് ഇൻറ്റു 1 0 എന്ന് പറഞ്ഞാൽ എക്സ് 0 എന്ന് വരും. വൈ ഇൻറ്റു 1 0 1 എന്ന് വെച്ചാൽ 0 വൈ എന്ന് വരും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്നാ കിട്ടുക? എക്സ് വൈ കിട്ടും. സോ for every x, y belongs to R2, this can be written as the linear combination of 1 0 and 0 1. That means എസ്സിലുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് R2ലെ ഏതൊരു എലമെൻറ്റിനെയും എഴുതാൻ സാധിക്കും. സോ നമുക്ക് എന്ത് പറയാം? therefore span S is equal to R2. ഏതൊരു R2ലെ ഏതൊരു എലമെൻറ്റിനെയും നമുക്ക് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ സാധിക്കുന്നത് കൊണ്ട് സ്പാൻ S is equal to R2 ആണെന്ന് പറയാം. അതായത് ഈ ഒരു സെറ്റ് കൊണ്ട് നമുക്ക് R2നെ സ്പാൻ ചെയ്തെടുക്കാം. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ, ലെറ്റ് S is equal to സെറ്റ് E1, E2, etc. En, where E1 is equal to ഇത് n കോർഡിനേറ്റ്സ് ഉള്ള ഒരു
പെയറാണ് E1 എന്ന് പറയുന്നത്. അതായത് n ടിപ്പിൾസ് ആണ്, n കോർഡിനേറ്റ്സുള്ള ടിപ്പിൾസ്. സോ E1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് മാത്രം 1, ബാക്കിയുള്ളതൊക്കെ എന്താണ്? 0 ആണ്. അതുപോലെ E2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് കോർഡിനേറ്റ് മാത്രം 1, ബാക്കിയുള്ളത് 0. ദാറ്റ് മീൻസ് 0 1 0 എക്സെട്ര 0 എക്സെട്ര. En എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? nth കോർഡിനേറ്റ് മാത്രം 1, ബാക്കിയുള്ളതെല്ലാം 0. അപ്പോൾ 0 0 എക്സെട്ര 1. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എസ് എന്ന് പറഞ്ഞിരിക്കുന്ന സെറ്റ്, ഈ എല്ലാ എലമെൻസിൻ്റെയും കളക്ഷൻസ്. സോ നമ്മൾ Rnലെ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ഫോർ എനി A1 A2 എക്സെട്ര AN ബിലോങ്സ് ടു Rn. Rnലെ എലമെൻറ്റിനെ നമ്മൾ ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. n ട്യൂപ്പിൾസ് ഉണ്ടായിരിക്കും. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? A1 A2 എക്സെട്ര AN ഇസ് ഈക്വൽ ടു A1 ഇൻറ്റു 1 0 0 എക്സെട്ര 0 പ്ലസ് A2 ഇൻറ്റു 0 1 0 എക്സെട്ര 0 പ്ലസ് എക്സെട്ര പ്ലസ് AN ഇൻറ്റു 0 0 0 എക്സെട്ര 1. ഈ രീതിയിൽ എഴുതാലോ നമുക്ക് A1 A2 എക്സെട്ര AN എന്ന് പറഞ്ഞതിനെ. വിച്ച് ഈസ് ഈക്വൽ ടു A1 ഇൻറ്റു 1 0 0 എക്സെട്ര 0 എന്ന് പറയുന്നത് എന്താണ്? E1 ആണ്. പ്ലസ് A2 ഇൻറ്റു ഇതിനെ നമുക്ക് എന്ത് എഴുതാം? E2 പ്ലസ് എക്സെട്ര പ്ലസ് AN ഇൻറ്റു ഇതെന്ന് പറയുന്നത് എന്താണ്? EN. സോ A1 A2 എക്സെട്ര AN എടുത്തു കഴിഞ്ഞാൽ നമുക്ക് E1 E2 എക്സെട്ര ENൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഫോർ എനി എലമെൻറ്റ് ഇൻ Rn this can be written as the linear combination of E1 E2 etc. En. സോ നമുക്ക് എന്ത് പറയാം? therefore span S is equal to, ഈ S എന്ന് പറഞ്ഞ സെറ്റ് ഏതിനെ സ്പാൻ ചെയ്യുന്നുണ്ട്? Rnനെ സ്പാൻ ചെയ്യുന്നു. ഓക്കെ, സോ എന്താണ് സ്പാൻ എന്നുള്ളത് മനസ്സിലായല്ലോ. അതായത് നമ്മുടെ സെറ്റ് ഏതെങ്കിലും വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ സ്പാൻ എസ് എന്ന് പറയും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു റിസൾട്ട് നോക്കാം. തിയറം ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു x1 x2 എക്സെട്ര xn ബി എ സബ്സെറ്റ് ഓഫ് എ വെക്ടർ സ്പേസ് വി, ദെൻ സ്പാൻ എസ് ഈസ് എ സബ്സ്പേസ് ഓഫ് വി. അപ്പോൾ ഈ റിസൾട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എസ് എന്ന് പറയുന്ന വെക്ടർ സ്പേസ് വിയുടെ ഒരു സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ സബ്സെറ്റ് സ്പാൻ ചെയ്യുന്നത് വിയുടെ ഒരു സബ്സ്പേസ് ആയിരിക്കും. അത് സ്പാൻ എസ് ഈസ് എ സബ്സ്പേസ് ഓഫ് വി ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് സബ്സ്പേസ് എന്നും ഒരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് സബ്സ്പേസ് ആണോ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ സ്പാൻ എസ് എന്ന് പറയുന്ന ഏത് സെറ്റാണ് സബ്സ്പേസ് എന്ന് പ്രൂവ് ചെയ്യാനുള്ളൂ ആ സെറ്റ് നോൺ എംപ്റ്റി ആണെന്ന് പറയണം. ദാറ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് അതിൽ ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ എന്തായിരുന്നു? ഇതിലുള്ള രണ്ട് എലമെൻ്റ് എടുത്ത് വെക്ടർ അഡീഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഉണ്ടായിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? ഇതിലുള്ള ഒരു എലമെൻറ്റിനെ നമ്മൾ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് ചെയ്താലും ഈ സെറ്റിൽ തന്നെ ആ എലമെൻ്റ് ഉണ്ടാവണം. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്പാൻ എസ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈ ദി ഡെഫിനിഷൻ ഓഫ് സ്പാൻ എസ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സ്പാൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു the linear combination of the elements of x1 x2 etc. xn. So it can be written as alpha 1 x1 plus alpha 2 x2 plus etc. plus alpha n xn, where alpha 1 alpha 2 etc. alpha n are scalars. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പാൻ എസ് എന്ന് പറയുന്നത്. ഇതാണ് സബ്സ്പേസ് ഓഫ് വി ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം സ്പാൻ എസ് എന്ന് പറയുന്ന നേരം എസ്സിലുള്ള എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്. എസ് എന്ന് പറയുന്നത് വിയുടെ സബ്സെറ്റാണ്. സോ ഈ ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും ഇത് എവിടെ തന്നെ ഉണ്ടാവും? വിയിലുണ്ടാകും. സോ സ്പാൻ എസ് എന്ന് പറയുന്നത് എന്താണ്? നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് വി ആണ്. നമുക്ക് എന്ത് ചെയ്താൽ ക്ലിയർലി സ്പാൻ എസ് is a non-empty subset of V. Non-empty subset of V.
സോ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിലെ ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്ത് വെക്ടർ അഡിഷൻ ചെയ്തു കഴിഞ്ഞാലും ഈ സെറ്റ് തന്നെ ഉണ്ടെന്ന് കാണിക്കണം. സോ ഫോർ എനി x, y belongs to span S. സോ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ x1 x2 എക്സെട്ര xnൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും ഈ എക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈയും. സോ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n xn. ഫോർ സം സ്കാലാർസ് alpha 1, alpha 2, etc. alpha n. And y can be written as the other linear combination of x1, x2, etc. xn. So അവിടെ കോൺസ്റ്റൻസ് ആണ് മാറുക, സ്കാലാർസ് ആണ് ചേഞ്ച് ചെയ്യുക. സോ നമുക്ക് എങ്ങനെ എഴുതാം? ബീറ്റ 1 x1 പ്ലസ് ബീറ്റ 2 x2 പ്ലസ് എക്സെട്ര പ്ലസ് ബീറ്റ n xn. ഫോർ സം സ്കാലാർസ് ഓക്കെ, ഇവിടെ സ്കാലാർസ് എന്നാണ്. ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ n. സോ ദെൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു, എക്സും വൈയും സ്പാനസിലുള്ള എലമെൻറ്റ്സ് ആണ്. സോ എക്സ് പ്ലസ് വൈയും നമുക്ക് സ്പാനസിലുണ്ടെന്ന് പറയണം. സോ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ കാണുക, വിച്ച് ഈസ് ഈക്വൽ ടു എക്സിനെ നമ്മൾ ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n xn എഴുതി, പ്ലസ് വൈ എന്ന് പറയുന്നത് ബീറ്റ 1 x1 പ്ലസ് ബീറ്റ 2 x2 പ്ലസ് എക്സെട്ര പ്ലസ് ബീറ്റ n xn. സോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഇവിടെ x1ൻ്റെ കോയിഫിഷ്യൻ്റ് ആൽഫ 1 ആണ്, ഇവിടെ x1ൻ്റെ കോയിഫിഷ്യൻ്റ് ബീറ്റ 1 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ 1 പ്ലസ് ബീറ്റ 1 ഇൻറ്റു x1 പ്ലസ് ആൽഫ 2 പ്ലസ് ബീറ്റ 2 ഇൻറ്റു x2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n പ്ലസ് ബീറ്റ n ഇൻറ്റു xn. ഓക്കെ, സോ ആൽഫ 1 പ്ലസ് ബീറ്റ 1 എന്ന് പറയുന്നത് എന്താ? ഒരു സ്കേലാറാണ്. അതുപോലെ ആൽഫ 2 പ്ലസ് ബീറ്റ 2 എന്ന് പറയുന്ന മറ്റൊരു സ്കേലാർ. ആൽഫ n പ്ലസ് ബീറ്റ n എന്ന് പറയുന്നത് എന്താണ്? സ്കേലാർസ് ആണ്. സോ ഇതും എന്ത് തന്നെയാണ് നമുക്ക് കിട്ടിയത്? x1 x2 എക്സെട്ര xnൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്. സോ ഇത് എവിടെ ബിലോങ് ചെയ്യും? വിച്ച് ഈസ് ബിലോങ്സ് ടു സ്പാൻ എസ്. ഇത് സ്പാൻ എസിൽ ഉണ്ടാകും. ഓക്കെ, ദാറ്റ് മീൻസ് x plus y belongs to span S. സോ ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടീഷൻ നോക്കണം. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്ന എന്താ വരിക? സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും സ്പാനസിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് ആൽഫ ഇൻറ്റു എക്സ് എടുക്കുന്നു. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് സ്കേലാറാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എക്സിനെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ട്? ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n xn, വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ആൽഫ 1 ഇൻറ്റു x1 പ്ലസ് ആൽഫ ഇൻറ്റു ആൽഫ 2 x2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ ഇൻറ്റു ആൽഫ n xn, where alpha into alpha 1, alpha into alpha 2, etc. alpha into alpha n എന്ന് പറയുന്നത് എന്താണ്? സ്കേലാർസ് ആണ്. സോ വിച്ച് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് x1 x2 etc. xn. സോ ദിസ് എലമെൻറ്റ് ബിലോങ്സ് ടു ദി സ്പാൻ എസ്. ദാറ്റ് മീൻസ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും എവിടെ ബിലോങ് ചെയ്യുന്നുണ്ട്? സ്പാൻ എസിൽ ബിലോങ് ചെയ്യുന്നു. ഹെൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബൈ ദി ക്രൈറ്റീരിയ ഓഫ് സബ് സ്പേസസ്, ഹെൻസ് സ്പാൻ എസ് ഇസ് എ subspace of V. Span S is a subspace of V. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? ഇത് സബ്സ്പേസ് ആണെന്ന്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിപ്പെൻഡൻസ്. സോ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് x1 x2 etc. xn is said to be linearly independent
if the only constant satisfying the equation alpha 1 x1 plus alpha 2 x2 plus etc. plus alpha n xn is equal to 0 or alpha 1 is equal to alpha 2 is equal to etc. alpha n is equal to 0. That means ഈ സെറ്റ് ഓഫ് ഓൾ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനെ നമ്മൾ സീറോനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന കോൺസ്റ്റൻറ്റുകളെല്ലാം ദാറ്റ് മീൻസ് ഈ സ്കാലാർസുകളെല്ലാം മസ്റ്റായിട്ടും എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. ഈ സീറോ കിട്ടുന്ന സ്കാലാർസ് മാത്രമേ ഈ ഒരു ലീനിയർ കോമ്പിനേഷനെ സീറോനോട് ഇക്വേറ്റ് ചെയ്യുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഈ സെറ്റ് എന്താണെന്ന് പറയാം, നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ദാറ്റ് മീൻസ് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനെ നമ്മൾ സീറോനോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കാലാർസ് എല്ലാം സീറോ ആവണം. എല്ലാ സ്കാലാറും എന്തായിരിക്കണം, സീറോ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. അതർവൈസ് ഇഫ് ദി സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഈസ് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഇതിൽ ഏതെങ്കിലും ഒരു സ്കാലാർസ് നോട്ട് ഈക്വൽ ടു സീറോ ആയാൽ മതി. എല്ലാവും വേണമെന്നില്ല, ഏതെങ്കിലും ഒന്നെങ്കിലും നോട്ട് ഈക്വൽ ടു സീറോ വരികയാണെങ്കിൽ എന്തായിരിക്കും, ഈ വെക്റ്റേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും മനസ്സിലായല്ലോ. എല്ലാ സ്കാലാർസും സീറോ കിട്ടുകയാണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻസ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾസ്. First one, consider the set S is equal to 1 0 0 1, which is a subset of R2. R2ൻ്റെ ഒരു സബ്സെറ്റാണ്. സോ നമ്മൾ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതിയിട്ട് സീറോനോട് ഇക്വേറ്റ് ചെയ്യുന്നു. സോ ഫോർ എനി ടു സ്കാലാർസ് alpha 1 and alpha 2 such that alpha 1 into 1 0 plus alpha 2 into 0 1 is equal to 0. That implies ഈ ആൽഫ 1 ഇൻറ്റു 1 0 എന്ന് പറഞ്ഞാൽ എന്താ, ആൽഫ 1 0, ഇവിടെയോ 0 ഇൻറ്റു ആൽഫ 2 വരും. സോ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക, ഫസ്റ്റ് കോർഡിനേറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക. സോ നമുക്കിവിടെ എന്ത് കിട്ടും, ഇവിടെ 1 ഇൻറ്റു ആൽഫ 1ഉം ഇവിടെ 0 ഇൻറ്റു ആൽഫ 2 എന്തേ ഉണ്ടാവുള്ളൂ, ആൽഫ 1 എന്ന് കിട്ടും. സോ സെക്കൻഡ് കോർഡിനേറ്റ് 0 ഇൻറ്റു ആൽഫ 1 അത് 0 ആണ്, പ്ലസ് ആൽഫ 2 ഇൻറ്റു 1, സോ എന്താ ഉണ്ടാവുക, ആൽഫ 2 എന്ന് കിട്ടും. സോ ഇവിടെ സീറോനോട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് R2ലെ 0 ആണ്. R2ലെ 0 എന്ന് പറഞ്ഞാൽ എന്താ, R2ലെ 0 എന്ന് പറഞ്ഞാൽ 0 0 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0 0. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം, ആൽഫ 1 ഈസ് ഈക്വൽ ടു ആൽഫ 2 ഈസ് ഈക്വൽ ടു 0. ആൽഫ 1ഉം ആൽഫ 2ഉം 0 ആണ്. രണ്ട് കോൺസ്റ്റൻസും 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദ സെറ്റ് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഹെൻസ് എസ് ഇസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് R2. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് R2. R2ൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റാണ് 1 0 0 1 എന്ന് പറയുന്നത്. ധാരാളം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് R2 എക്സിസ്റ്റ് ചെയ്യും. അതിൽ ഒന്ന് മാത്രമാണ് ഇവിടുത്തെ എസ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 2, ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ E1 E2 എക്സെട്ര En വേർ E1 ഇസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്, E1 എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് പൊസിഷൻ മാത്രം 1, ബാക്കിയുള്ളതെല്ലാം 0 വരുന്ന n ട്യൂപ്പിളാണ് E1 എന്ന് പറയുന്നത്. സോ E2 ഇസ് ഈക്വൽ ടു 0 1 0 എക്സെട്ര 0 ആൻഡ് എക്സെട്ര En ഇസ് ഈക്വൽ ടു 0 0 എക്സെട്ര 1. nth പൊസിഷനിൽ മാത്രം 1 വരുന്നു. സോ ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. സോ ഫോർ എനി, ഇവിടെ n വെക്റ്റേഴ്സ് ഉണ്ട്, സോ സ്കാലാർസ് എത്ര എണ്ണം വേണം, n വേണം. സോ ഫോർ എനി ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n, ആൽഫ 1 ഇൻറ്റു E1 പ്ലസ് ആൽഫ 2 ഇൻറ്റു E2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n En
വിച്ച് ഈസ് ഈക്വൽ ടു 0v. 0v എന്ന് കൊടുക്കാൻ കാരണം ഇവിടെ നമ്മൾ വി ആയിട്ട് എടുത്തിരിക്കുന്ന Rn ആണ്, വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് Rn ആണ്. അപ്പോൾ വി ആയിട്ട് എടുത്തിരിക്കുന്ന നമ്മൾ Rn ആണ്. അപ്പോൾ Rnൽ 0 ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 0v സഫിക്സ് ആയിട്ട് കൊടുത്തത്. ദാറ്റ് ഇംപ്ലൈസ് α1 ഇൻറ്റു E1 എന്ന് പറയുന്നത് നമുക്കറിയാം 1 0 0 എക്സെട്ര 0 പ്ലസ് α2 ഇൻറ്റു 0 1 0 എക്സെട്ര 0 പ്ലസ് എക്സെട്ര പ്ലസ് αn ഇൻറ്റു 0 0 എക്സെട്ര അപ് ടു 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ 0v എന്ന് പറയുമ്പോൾ Rnലെ 0 ആണ്. സോ n ട്യൂപ്പിൾ ഫുൾ കംപ്ലീറ്റ് എന്തായിരിക്കും 0 ആയിരിക്കും. 0 0 എക്സെട്ര 0. ദാറ്റ് ഇംപ്ലൈസ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താം, ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യും. ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റ് α1 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ α1, ബാക്കിയുള്ളിടത്തിലൊക്കെ എന്ത് കിട്ടും 0 ആണ് ഫസ്റ്റ് കോർഡിനേറ്റ്. സോ ഇത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കോർഡിനേറ്റുള്ള α1. സോ സിമിലർലി സെക്കൻഡ് വൺ എന്തായിരിക്കും α2 α3 എക്സെട്ര αn വിച്ച് ഈസ് ഈക്വൽ ടു 0 0 0 എക്സെട്ര 0 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് α1 is equal to α2 is equal to α3 is equal to etc is equal to alpha എന്ന് പറയുന്ന കംപ്ലീറ്റ് എന്താകും 0 ആകും. അപ്പോൾ എല്ലാ കോൺസ്റ്റൻസും ഇവിടെ എല്ലാ സ്കേലാർസും 0 ആണെന്ന് കിട്ടി. ഹെൻസ് നമുക്ക് എന്ത് പറയാം, നമ്മുടെ സെറ്റ് എസ് എന്താണ്, ഹെൻസ് എസ് is equal to set E1 E2 etc En is linearly independent ഇൻഡിപെൻഡൻറ്റ്. എവിടെയാണ് ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്? ഇൻ Rnൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ നമുക്ക് രണ്ട് പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലം 1, ചെക്ക് വെദർ ദിസ് സെറ്റ് S is equal to 6 2 3 4. ഇതാണ് ഫസ്റ്റ് വെക്റ്റർ. സെക്കൻഡ് വെക്റ്റർ 0 5 -3 1 ആൻഡ് തേർഡ് വെക്റ്റർ 0 0 7 -2 ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇൻ R4. R4ലെ വെക്റ്റേഴ്സാണ് ഇത്. R4ൻ്റെ സബ്സെറ്റാണ് എസ് എന്ന് പറയുന്നത്. സോ ഈ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് നമ്മളോട് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ 3 വെക്റ്റേഴ്സാണ് എവിടെയുള്ളത്, എസ്സിലുള്ളത്. സോ 3 സ്കേലാർസ് നമ്മൾ എടുക്കണം. ലെറ്റ് A, B, C be real numbers such that ഈ സ്കേലാർസ് വെച്ചിട്ട് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നു. അപ്പോൾ A ഇൻറ്റു 6 2 3 4 പ്ലസ് B ഇൻറ്റു 0 5 -3 1 പ്ലസ് C ഇൻറ്റു 0 0 7 -2. ഇതിനെ ഏതോട് ഇക്വേറ്റ് ചെയ്യുന്നു, 0 ഇക്വേറ്റ് ചെയ്യുന്നു, 0v. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് നമുക്കെന്ത് പറയാം, ഇതെന്ന് പറയുന്നത് എന്താണ് 6a. ഫസ്റ്റ് കോർഡിനേറ്റ് 6a വരും. ഇവിടെ 0b ആണ്, ഇവിടെ 0c ആണ്. സോ ഫസ്റ്റ് കോർഡിനേറ്റ് എന്തേ ഉണ്ടാവുള്ളൂ, 6a മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ സിമിലർലി സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 2a ഉണ്ട്. ഇവിടുന്ന് 2a കിട്ടും, ഇവിടുന്ന് 5b, അപ്പോൾ പ്ലസ് 5b. തേർഡ് വണ്ണിൽ ഉണ്ടാവില്ല കാരണം 0 ഇൻറ്റു c ആണ്. അപ്പോൾ സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2a പ്ലസ് 5b. ഇനി തേർഡ് കോർഡിനേറ്റ് 3a മൈനസ് 3b, അതായത് ഇവിടെ -3 ഉള്ളത് കൊണ്ട് -3b പ്ലസ് ഇവിടെ 7 ഇൻറ്റു c വിച്ച് ഈസ് 7c. നെക്സ്റ്റ് ഫോർത്ത് കോർഡിനേറ്റ് 4 ഇൻറ്റു a പ്ലസ് 1 ഇൻറ്റു b മൈനസ് 2 ഇൻറ്റു c 2c വിച്ച് ഈസ് ഈക്വൽ ടു ഈ 0v എന്ന് പറയുന്ന R4ലെ 0 ആണ്. അപ്പോൾ 0 0 0 0. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം, ഈ 6a എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആണ്, 0 ഈക്വൽ ആണ്. 6a ഇസ് ഈക്വൽ ടു 0. അതുപോലെ 2a പ്ലസ് 5b 2a പ്ലസ് 5b ഇവിടുത്തെ സെക്കൻഡ് കോർഡിനേറ്റായ 0 ഇക്വേറ്റ് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 0. ആൻഡ് 3a മൈനസ് 3b പ്ലസ് 7c എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. ആൻഡ് 4a പ്ലസ് b മൈനസ് 2c ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ 4 ഇക്വേഷൻസ് നമുക്ക് കിട്ടും.
സോ ഫസ്റ്റ് വണ്ണിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഇംപ്ലൈസ് 6a ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ a ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ 2a പ്ലസ് 5b ആണ്. അപ്പോൾ a ഈക്വൽ ടു 0 ആണ്, 5b എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് ഇതിൽ നിന്നും എന്ത് പറയാം? b ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 3aയും 3bയും aയും 0 ആണ്. ദാറ്റ് ഇംപ്ലൈസ് ഇവിടുന്ന് 7c ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സിമിലർലി ഇവിടെ നിന്ന് നമുക്ക് എയും ബിയും 0 ആയാൽ -2c ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് a ഈക്വൽ ടു 0, b ഈക്വൽ ടു 0 ആൻഡ് 7cയും 0 ആണ്, -2cയും 0 ആണ്. ദാറ്റ് ഇംപ്ലൈസ് c ഇസ് ഈക്വൽ ടു 0. സോ നമ്മുടെ 3 കോൺസ്റ്റൻറ്റ്സും 3 സ്കേലാർസും 0 ആണെന്ന് കിട്ടി. സോ നമ്മുടെ എസ് എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. 3 സ്കേലാർസും 0 കിട്ടിയത് കൊണ്ട് ദെർഫോർ എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ ഈ രീതിയിലാണ് ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം 2. ഷോ ദാറ്റ് ദിസ് സെറ്റ് 2 6 -4 ഇതൊരു വെക്ടർ 3 9 -6 ഈസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ഇൻ R3. ഇത് R3യിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇൻഡിപെൻഡൻ്റ് അല്ലാത്തതെല്ലാം എന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സോ ഇവിടെ 2 വെക്റ്റേഴ്സാണുള്ളത്. സോ നമുക്കിവിടെ 2 സ്കേലാർസ് എടുത്താൽ മതി. അപ്പോൾ ലെറ്റ് a, b be two real numbers such that a into 2 6 -4 plus b into 3 9 -6 is equal to 0. ഓക്കെ, സോ ഈ ലീനിയർ കോമ്പിനേഷൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടെത്തുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് a into 2 6 -4 plus b into 3 9 -6 is equal to 0 implies that നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 2 into a, ഇവിടെ 3 into b, അതിൻ്റെ രണ്ടിൻ്റെയും സമ്മേഷനാണ് ഫസ്റ്റ് കോർഡിനേറ്റ്. ദാറ്റ് മീൻസ് 2a plus 3b. സെക്കൻഡ് കോർഡിനേറ്റോ 6a plus 9b, 6a plus 9b. തേർഡ് കോർഡിനേറ്റ് -4a plus -6b, ഇത് -4a -6b, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 0 ആണ്. ഇത് R3യിലെ 0 ആണ്. സോ നമുക്ക് അതിനെ 0 0 0 എന്ന് എഴുതാം. ദാറ്റ് ഇംപ്ലൈസ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? 2a plus 3b is equal to 0, 6a plus 9b is equal to 0. Similarly -4a plus -6b is equal to 0. അപ്പോൾ 2a plus 3b 0 ആണ്, 6a plus 9b is equal to 0 ആണ്, -4a -6b is equal to 0 ആണ്. ഇങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടി എയിലും ബിയിലും ഉള്ളത്. സോ ദാറ്റ് ഇംപ്ലൈസ് ഇത് 2a plus 3b is equal to 0. ഈ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6a plus 9b is equal to 0. അതല്ലേ ഇത്? സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 2a plus 3b is equal to 0. ഇനി ഈ ഇക്വേഷൻ നോക്കൂ, -4a -6b. ദാറ്റ് മീൻസ് ഈ ഇക്വേഷനെ -2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് തേർഡ് ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് -2 into 2a plus 3b is equal to 0. അപ്പോൾ ഈ 3 ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്? ദാറ്റ് ഇംപ്ലൈസ് 2a plus 3b is equal to 0 എന്നാണ് കിട്ടിയത്. സോ therefore it can be written as a is equal to -3/2b. ദാറ്റ് മീൻസ് എനെ നമുക്ക് ബിയുടെ ടേംസിൽ എഴുതാൻ പറ്റി. ദാറ്റ് മീൻസ് എ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ബിയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന 0 0യും ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എക്ക് 0 ആകുമ്പോഴും ബിക്ക് 0 ആകുമ്പോഴും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അല്ലാത്ത വാല്യൂസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ?
അല്ലാത്ത ധാരാളം വാല്യൂസ് എക്കും ബിക്കും നോൺ സീറോ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ വെക്റ്റേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എന്താണ്? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ 0 മാത്രമേ വരുള്ളൂ. ഈ ഒരു ഇക്വേഷനിൽ എയുടെയും ബിയുടെയും വാല്യൂ 0 ആവണമെന്ന് നിർബന്ധമില്ല, വേറെ നോൺ സീറോ വാല്യൂസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? Thus, there exist infinite non-zero values for A and B satisfying A into 2, 6, -4 plus B into 3, 9, -6 is equal to 0. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ധാരാളം നോൺ സീറോ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഹെൻസ് ദിസ് സെറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ദ സെറ്റ് 2, 6, -4, 3, 9, -6 is linearly dependent in R3. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ഒരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ എന്താണ് ലീനിയർ കോമ്പിനേഷൻ ആൻഡ് ലീനിയർ സ്പാൻ എന്ന് വിളിച്ചു. അതുപോലെ ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ഓഫ് എ സെറ്റ് ഇൻ എ വെക്ടർ സ്പേസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കി ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.